കണ്ണിയൊക്കെ അക്കയുടെ ഫോട്ടോ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് പണ്ടോട്ടുള്ളതെന്നാണല്ലേ? പണ്ടോട്ടുള്ളതാണ് അക്കയുടെ ആരാധകൻ. ഈ ഒരു പയ്യൻ സൈക്കിള് ചവിട്ടി നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. നീ എന്താണ് ഇവിടെ വരാനുള്ള കാരണം? ചേട്ടനെ കാണാൻ വേണ്ടി. റിജാസ് ഖാനെ കാണാം. റിജാസ് ഖാൻ ഫാൻസ് ആട്ടോ. നിങ്ങൾ ഇത് കാണുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടിക്കുക. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നസ്രുദ്ദീൻ ഷാ. ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തൃശ്ശൂർ വന്നേക്കണാണ്. ഞാൻ 1, 2, 3, 4ാമത്തെ തവണ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ഒരു വണ്ടിയാണ് ഇവിടെ ഉള്ളത്. നോക്കുമുത്തുമണികളെ റിംബോച്ചിൽ നമ്മൾ എത്തിയേക്കണാണ്. അപ്പോൾ ലൈവ് നിങ്ങൾ കണ്ടായിരുന്നു. ഭയങ്കരമായ സപ്പോർട്ട് ഞാൻ അതിനകത്ത് കണ്ടു. അതിനകത്ത് നിങ്ങൾ ഭയങ്കരമായി കമൻറ്റ് അടിച്ച റിജാസിക്ക ഉയരേ, റിജാസിക്ക മുത്തേ, റിജാസിക്കയുടെ മാസ്റ്റർ ഡ്രൈവിംഗ് കാണിക്കോ, എല്ലാം നമ്മൾ ഇന്ന് കാണിക്കുന്നതാണ്. അതേപോലെ റിംബോച്ചിയുടെ ഫുൾ വീഡിയോ, ഫുൾ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വണ്ടിപ്രാന്തനായ ഒരാളുടെ സ്വപ്നമാണ് ഈ പുറകിൽ കിടക്കുന്നത്. അതിൻ്റെ ഫുൾ റിവ്യൂ ആണ് നിങ്ങളോട് എത്തിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ 20,000-ലേക്ക് എത്തിക്കുന്നുണ്ട്. 20,000-ൻ്റെ പവറാണ് ഇപ്പോൾ നമ്മളോട് ഉള്ളത്. 20,000 പേരുടെ സ്നേഹം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റിവ്യൂ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഉള്ളത് നമ്മുടെ ലിജോ ചേട്ടനാണ്. ലിജോ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ എന്തെങ്കിലുമൊക്കെ പറ. ഒന്നും പറയാനില്ല. അപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടായില്ല, ഭയങ്കര ബിസിയിലാണ്. ചേട്ടൻ്റെ കല്യാണം ഈ അടുത്തുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ ഓട്ടങ്ങളിലായിരുന്നു. അപ്പോൾ നമ്മൾ ചേട്ടാ വേഗം വന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തിയങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം അല്ലേ ചേട്ടാ? അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഏതാണ് മോഡൽ? ഇത് 2015-16 മോഡലാണ്. 2015-16 മോഡൽ ZON വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ചേട്ടന് നേരത്തെ വണ്ടികൾ വല്ലതും ഉണ്ടായിരുന്നോ? എനിക്ക് 2015 തൊട്ടിട്ട് ഇത് എൻ്റെ 4ാമത്തെ വണ്ടിയാണ്. 4ാമത്തെ വണ്ടി. 2015 തൊട്ടിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തത് 2011 പിന്നെ 16 പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. പഴയ ഹോൺ ബില്ല് എന്ന് പറയും, സണ്ണി ക്യാരക്ടർ പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെള്ള വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ വണ്ടി ഇതാണ്. ഓക്കെ. അപ്പോൾ ഈ വണ്ടിക്ക് റിംബോച്ചി എന്നുള്ള പേരിടാനുള്ള കാരണം എന്താ? റിംബോച്ചി എന്നൊരു പേരിടാന്നുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് റിംബോച്ചി. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടിയുടെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. ആദ്യം തന്നെ നമ്മൾ അഭിഷേകിനെ കോൺടാക്ട് ചെയ്തു. ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചാടി പാടാ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഭയങ്കരമായ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടിയത്. ഈ വണ്ടി ഇപ്പോൾ നല്ല രീതിയിൽ പണിതാണ് ഇറക്കിയേക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അല്ലേ നേരത്തെ അല്ലേ? നേരത്തെ എന്ത് കളറായിരുന്നു ഈ വണ്ടി? ഈ വണ്ടി വൈറ്റും ഗ്രാഫിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ബ്ലാക്കിലേക്ക് ആക്കി നോക്കിയപ്പോൾ അതൊരു ചേഞ്ചിങ് വേണ്ടിയിട്ട് അതെ മാറ്റിയതാണ്. മൊത്തം ഇതിനകത്ത് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡിലായാലും ബാക്കിലായാലും എല്ലാം നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ലിജോ ചേട്ടൻ്റെ ഐഡിയയിലാണ് ഈ വണ്ടി മൊത്തം ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഐഡിയയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലിജോ ചേട്ടൻ്റെ കുറേ ഡീറ്റെയിലും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളിലോട്ട് എത്തിക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ അകത്ത് കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ടൈമാണ്. നല്ല വെയിൽ ഇങ്ങനെ പൊള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അഗമൊക്കെ കണ്ട് വരുമ്പോഴത്തേനും ഏകദേശം സെറ്റാവും. അപ്പോൾ നമുക്കിനി അകത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിതേ ക്യാബിൻ്റെ അകത്തെത്തി. നമ്മളുടെ ഉള്ളത് റിജാസിക്ക. അപ്പോൾ നമ്മൾ ലൈവ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഈ മുതലിന് ഒരു ഹായ് തരുമോ, ഇക്കാടെ മാസ്റ്റർ ഡ്രൈവിംഗ് കാണിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ ഇക്ക റിജാസിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര നാളേക്ക് ഈ വണ്ടിയിൽ വന്നിട്ട്? കുറച്ചാലായി. നേരത്തെ വേറെ ഏത് വണ്ടിയിലായിരുന്നു? എലന്തറയിലായിരുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ വരാണ്ടായ കാരണം കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഒരാഗ്രഹം ഉണ്ടാവും, നമുക്ക് ഇന്ന വണ്ടിയിൽ കയറണം, ഇന്ന വണ്ടിയിൽ ഓടണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ റിജാസിക്കയുടെ ഭയങ്കര ആഗ്രഹമുള്ളൊരു വണ്ടിയായിരുന്നു. അങ്ങനെ അവസാനം റിജാസിക്ക വണ്ടിയിൽ എത്തി അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്യാബിൻ്റെ വിശേഷങ്ങൾ നോക്കിയാലോ? ഓക്കെ. അപ്പോൾ ക്യാബിൻ വർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇതാരാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്? ബോസ്. മുന്നേ അൾട്രാസ് ചെയ്തിരുന്നു. ബോസ് ഓഡിയോസ് ആണ് ചെയ്തേക്കുന്നത്. അവരെവിടെ ഉള്ളത് കറക്റ്റ്? മൂവാറ്റുപുഴ ഭാഗത്തുള്ളത് അല്ലേ? അപ്പോൾ മൂവാറ്റുപുഴയിലുള്ള ബോസ് ഓഡിയോസ് ആണ് നമ്മുടെ റിംബോച്ചിലെ ക്യാബിൻ വർക്ക്. ലൈറ്റും സൗണ്ടും അവർ തന്നെയാണ് ചെയ്തത്. ലൈറ്റും സൗണ്ടും അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5.1-ന്റെ വർക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് റാക്കിലോട്ടിന് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലിജോ ചേട്ടനോട് ചോദിക്കാം. ലിജോ ചേട്ടൻ ഇതിനെക്കുറിച്ച് ഇത്രയും കൂടി നല്ല ബെറ്റർ ആയിട്ട് അറിയാം അല്ലേ ഇക്ക? അപ്പോൾ ഇക്കാരെ കൊണ്ട് ഹോൺ അടിപ്പിക്കണമെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഇക്കാരം കൊണ്ട് നമുക്ക് ഹോൺ അടിപ്പിക്കാം. ഹോൺ അടി.
പവർ മറ്റേ സംഭവം അടിക്കും മേഹു ഡോട്ട് ആ സാധനം അതല്ല പോലീസുകാരെ അതടിപ്പിക്കാട്ടോ മെയിൻ സാധനം ഉണ്ടോ എല്ലാ ഫോണും അടിപ്പിക്കണ്ടോ നിങ്ങളോട് പറഞ്ഞവര്. അപ്പൊ കഴിച്ച് നമുക്കിനി ഇതിലെ ക്യാബിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേക്കാ. ഓക്കെ ഇക്ക വേറെ ക്ഷീണിച്ചിട്ടാ ഇക്കാക്ക് അല്ലെങ്കിൽ നാട് പറഞ്ഞു ഇക്ക പറഞ്ഞു എൻ്റെ പൊന്നു മോനെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ. ഇക്ക ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. പൊരിഞ്ഞ മാസ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും പറയാനില്ല. അപ്പോൾ ഇക്കട കുറേ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിള്ളേർ ഇക്കാനെ കാണിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇക്കാക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ എല്ലാ കട്ടത ഫോട്ടോ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ നമുക്കിനി ക്യാബിലെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ലിജോ ചേട്ടൻ തന്നെ ക്യാബിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു തരും. ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ ചേട്ടാ ക്യാബിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഈ പാനലിങ് ചെയ്തപ്പോൾ പറയാൻ നോക്കാനൊരു 3.5 കണ്ണൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യിപ്പിച്ചത്. ഈ പാനലിംഗ് ഡിസൈൻ ചെയ്ത അൾട്രാസ് ആണ് പാനലിംഗ്. കഴിഞ്ഞ സീസണിൽ നമുക്ക് പാനലിംഗ് ചെയ്ത് പിന്നെ ഈ സീസണിൽ നമ്മൾ ബാക്കി വർക്കുകൾ മൊത്തം നമ്മുടെ ബോസിന് കൊടുത്തു. ബോസ് ബാക്കി ഫുൾ വർക്കുകളും സെറ്റ് ആക്കി ഫുള്ളും ഇന്റീരിയറും പഞ്ച് ബോക്സും സെറ്റ് ചെയ്തത് അവരാണ്. സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ വർക്കിൽ. സാറ്റിസ്ഫൈഡ് ആണ്. വർക്കുകൾ ഉണ്ട് അതിന്റെ ഉള്ളിൽ. ശബ്ദം കയറാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓട്ടത്തിന്റെ പേരിൽ നമ്മൾ എടുത്തുകൊണ്ട് വർക്കാണ് വേണ്ടി. പിന്നെ വെറും 6 ആമ്പിന്റെ വർക്കാണ്. 6 ആമ്പുമ്പോ 4 സബ് ലോഡ് ചെയ്തിട്ടുള്ള വർക്കാണ്. മൊത്തം 8 ഫുൾ റേഞ്ച് 24 സ്പീക്കേഴ്സ് ആണ് ഉള്ളത്. പിന്നെ മൊത്തം 8 ഫുൾ റേഞ്ചും ഉണ്ട്, 4 സബ് ഉണ്ട്, 24 സ്പീക്കറുണ്ട് വണ്ടിയിൽ. വോളിയം കമ്മിയാവില്ല, വോളിയം കയറുന്നുണ്ട്. പിന്നെ അതിന്റെ ബർത്തിൽ യൂസ് ചെയ്യുന്ന സ്പീക്കറൊക്കെ ഹൈ ക്വാളിറ്റി സ്പീക്കറാണ്. ഞാൻ കണ്ട JBL സ്പീക്കർ ചെയ്തു വെച്ചാണ് അല്ലെ. പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പറയാമോ ചേട്ടാ? ഇവിടുത്തെ കാര്യങ്ങൾ അനിമേഷൻ ലേസർ ഉണ്ട് ഒരെണ്ണം. പിന്നെ 2 മറ്റേ എന്താ പറയാ ബ്ലൂടൂത്തിന് ഒരെണ്ണം ഇതിലും ഒരെണ്ണത്തിലും. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം കംപ്ലൈന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2ലും പെയർ ചെയ്യാൻ പറ്റും. പിന്നെ മിക്സറിലും ബ്ലൂടൂത്ത് ഉണ്ട്, സെറ്റിലും ബ്ലൂടൂത്ത് ഉണ്ട്. ഓക്കെ സ്വിച്ചുകൾ അപ്പൊ എന്തിന്റെയൊക്കെയാണ്? സ്വിച്ചുകൾ ഫിക്സലിന്റെ ഉണ്ട്, അക്രലിക്കിന്റെ ഉണ്ട്, സബിന്റെ ഉണ്ട്, 2 സ്മോക്കിന്റെ ഉണ്ട് അല്ലേ. ഓക്കെ അപ്പർ സൈഡില് ഇതിനെ കുറിച്ച് പറയാം. റാക്കിൽ വെച്ചേക്കണേ അത് നമ്മുടെ എന്താ പറയാ 1000 വാട്ട്സിന്റെ 4 എക്സ്പ്ലോഡിന്റെ എന്താ പറയാ ആമ്പാണ് വെച്ചേക്കണം അല്ലേ. 1000 വാട്ട്സിന്റെ അല്ലേ. അപ്പോൾ 1000 വാട്ട്സിന്റെ എക്സ്പ്ലോഡിന്റെ ആമ്പുകളാണ് അപ്പർ സൈഡിൽ സെറ്റ് ചെയ്തേക്കണേ. അടുത്ത ലോഡ് ചെയ്യുമ്പോൾ മുകളിൽ ലോഡ് ചെയ്യാന്നാണ്. അതിനുള്ള ഗ്യാപ്പാണല്ലോ ഇട്ടേക്കണേ. ഗൈസ് അവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും വർക്കുകൾ വരാൻ കിടക്കുന്നുണ്ട് അല്ലേ. ഒന്നും പറയാനില്ല. സത്യം പറയാനില്ല ലിജോ ചേട്ടൻ എത്ര പണിതിട്ടും ആ ഒരു ഫുൾ പെർഫെക്ഷനിലോട് എത്തിയില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യനാണ് ഇജാതി പെരുന്തച്ചൻ. അപ്പൊ ഗൈസ് അങ്ങോട്ട് നോക്കൂ, ഒരു യെല്ലോ റെഡാണ് ചേട്ടാ, റെഡോ ഓറഞ്ചോ അല്ലെ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തേക്കണേ. പിന്നെ ഈ സൈഡിൽ ഇവിടെ മേളിൽ 2 സ്പീക്കർ വെച്ചിട്ടുണ്ട് അല്ലേ. ക്യാബിലെ സ്പീക്കർ ഉണ്ട്. നല്ല ഡിസൈനിങ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരാളെന്നോട് എടുത്ത് പറഞ്ഞ സാധനമാണ് ചേട്ടൻ വണ്ടി കയറുമ്പോൾ ദൈവങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുന്നത്. ദൈവങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഒരു വിഷമില്ല. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു കുഞ്ഞു കൃഷ്ണൻ ഇരിപ്പുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ക്യാബിൻ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഡ്രിങ്ക് ക്യാച്ചറാണ്. അപ്പോൾ റിജാസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്ക് ക്യാച്ചർ മരിക്കും എന്നാണ് അഭിഷേകിൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലേ. ഒരു സ്ഥലത്ത് ഓട്ടം പോയാൽ വാരിക്കോരി മേടിക്കുന്നുള്ളൂ അല്ലേ. അതാണ് ഈ കാണുന്നത്, മൊത്തം വാരിക്കോരിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ ക്യാബിൽ നമ്മൾ എടുത്ത് പറയാൻ ഒരു ഫാൻ ഉണ്ട്, ഇവിടെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് ലൈറ്റുകളും കാര്യങ്ങളും ക്യാബിനിലേക്കുള്ള കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു അനിമേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ അടിക്കും ചേട്ടാ? റോഡിലേക്ക് അടിക്കാൻ വേണ്ടി. പേരടിക്കും അല്ലേ. അടിപൊളി റിംബോച്ചിന്ന് അടി കാണിക്കും അല്ലേ. അടിപൊളി നല്ല അടിപൊളി ഒരു ക്യാബിനാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ജാസ്ക അവിടെ ഇരിക്കുന്നുണ്ട്. ഇക്കാനോട് ഞാൻ കൂടുതൽ നിങ്ങൾ ചോദിക്കണില്ല, എന്നോട് ചോദിക്കലേ മുത്തേതാ പറഞ്ഞേങ്ങള്. അപ്പോൾ നമുക്കിനി അകത്തോട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പം നമുക്കിനി അകത്തോട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് റിംബോച്ചിയുടെ അകത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാൻ പോണത് ലിജോ ചേട്ടൻ തന്നെയാണ്. ചേട്ടാ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടി വിന്ന് തുടങ്ങിയാലോ? ഓക്കെ പറഞ്ഞോളൂ. ഇത് 32 ഇഞ്ചിന്റെ LCD ആണ്, സോണിയുടെ LCD TV ആണ് ഇരിക്കുന്നത്. പിന്നെ നേരെ മുകളിലൊരു അനിമേഷൻ ലേസർ വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ ഇവിടെ 2 സബിന്റെ അപ്ഡേഷൻ കയറിയിട്ടുള്ള വർക്കിങ്ങിലാണ്, അത് ചെയ്ത് കിട്ടിയിട്ടില്ല. അതിന് വോളിയം കിട്ടാൻ വേണ്ടിട്ട് 4 പൈനിയറിന്റെ സ്പീക്കറോടെ സ്പീക്കറാണ്. ഓക്കെ അപ്പൊ ഗൈസ് നിങ്ങൾ നോക്കുമ്പോൾ ഒരു TV കാണാം, അതുപോലെ തന്നെ ഒരു ലേസർ മേളിൽ കൊടുത്തിട്ടുണ്ട്. പൈനിയറിന്റെ 2 സ്പീക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അല്ലേടാ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചത് ഇവിടെ ഒരു കൂളർ ഇരിപ്പുണ്ട്. ഈ കൂളർ നല്ല ഇത്തിരി പ്രത്യേകത ഉള്ള ഒരു കൂളറാണ് അല്ലേടാ. ഈ കൂളറിന് എല്ലാ കൂളറിലും മുകളിലാണ് വെക്കുക, വെള്ളം വെക്കണത്. വണ്ടിയിൽ നിന്ന് പലപ്പോഴും
പുറത്തേക്ക് വെള്ളം പോണ പോലെ വണ്ടി അനങ്ങുമ്പയും കാര്യങ്ങളും അല്ലേ? നേരെ അടിയിലാണ് ഇതിന്റെ ഇത് വെച്ചിട്ടുള്ളത്. ഓ ഗൈസ്, ഇതിന്റെ അകത്താണ് നമ്മള് വെള്ളത്തിന് ക്യാൻ വെച്ചേക്കണം അല്ലേ? അപ്പൊ ഹോട്ട് വാട്ടർ, കൂൾ വാട്ടർ, സാധാ വെള്ളം എല്ലാം കിട്ടാനുള്ള നൈസ് ഒരു കൂളർ ഇവിടെ ഒരു ഗ്യാപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടാ ഇനി പിക്സലിനെ കുറിച്ച് നോക്കിയാലോ? പിക്സലിന് വുഡ് വർക്കിലാണ് പിക്സൽ കയറിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഫുൾ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വുഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് ഒരു പിക്സലാണ് ഇവിടെ കൊടുത്തേക്കണേ. നിങ്ങൾക്ക് അതിന്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ഫുള്ള് നല്ല അടിപൊളി ഒരു പിക്സലാണ് പോയേക്കണേ. കണ്ടോ, ഞാൻ ഇങ്ങനത്തെ പിക്സൽ കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല വുഡ് വർക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബോസിന്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരാണല്ലോ ചെയ്തേക്കണേ, മൊത്തം ബോസാണ് ചെയ്തേക്കണേ. പിന്നെ ഈ സൈഡിൽ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് ഏതിന്റെ സ്പീക്കറാടാ? JBL സ്പീക്കറാണല്ലോ കൊടുത്തത്. അടിപൊളി അടിപൊളി. അവിടെ ഒരു സ്പീക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറകോട്ട് വരികയാണെങ്കിൽ കണ്ട ഈ ലൈറ്റിന്റെ വരുന്നേട്ടാ, മൂവിംഗ് ഹെഡ് എന്നുള്ള ലൈറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇപ്പർ സൈഡിൽ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇതുപോലത്തെ സ്പീക്കർ എത്ര ഉണ്ടാടാ? 6 ഉണ്ടല്ലേ? അപ്പോൾ ഗൈസ് നമ്മളിത് വണ്ടിയുടെ പിറകിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമുക്കിനി ശബ്ദവും വിളിച്ചോ നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ പറഞ്ഞു തുടങ്ങിയോ? ഇപ്പോൾ വണ്ടിയുടെ ഇരിക്കുന്നത് JBL 4 സബ്ബാണ് വെച്ചിട്ടുള്ളത്. സാധാ സബ് വെച്ചിട്ടാണ് 4 സബ് വെച്ചിട്ടുള്ളൂ. ഇനി 2 സബും കൂടി കയറുന്നുണ്ട്. ഫ്രണ്ടിൽ 2 കയറ്റാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ. ഒരു രക്ഷയില്ല. ഇതാണ് അതിന് വോയിസ് കിട്ടാൻ വേണ്ടിയിട്ട് 4 പൈനിയറിന്റെ ഓവൽ സ്പീക്കറും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കിൽ നിങ്ങൾ നോക്കൂ, നല്ലൊരു കിട്ടില്ലൻ ലുക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അല്ലേ? ഇവിടെ നിയോൺ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ JBL സ്പീക്കേഴ്സ് ആണോ? നിങ്ങൾ അകത്തോട്ട് നോക്കൂ, JBL സ്പീക്കേഴ്സ് ആണ് ഇതിനകത്ത് വെച്ചേക്കണേ. ഈ സൈഡിലുണ്ട്, അതുപോലെ ബാക്കിലുണ്ട്, മേളിൽ 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിന്റെ അടിയിലുണ്ട് അല്ലേ? സീറ്റിന്റെ അടിയിലുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോണെന്ന് പറഞ്ഞാൽ ഈ ഒരു ലേസറാണ്. ഈ ഒരു ലേസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേര് എന്താ? ഫോർ ഹെഡ് ലേസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം. മേളിലോട്ട് നോക്കൂ, മേളിൽ നല്ല അടിപൊളി ഒരു പാനൽ വർക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, സൂപ്പർ അല്ലേ? അടിപൊളി. അത് ഇങ്ങനെ പോകണ്ടല്ലോ സംഭവം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഇത് പിക്സലാണ് വരുന്നത്. 365 ബൾബാണ്, 370 ബൾബ് അവിടെയാണ് ഇട്ടുള്ളത്. ഇത് വുഡിലാണ് ചെയ്ത് വെച്ചുള്ളത്. മൊത്തം വുഡിലാണ് ചെയ്തേക്കണത്. ഓക്കെ ഓക്കെ. കാരണം ഇതിന്റെ ക്ലോത്ത് മാറ്റാനുള്ള പ്ലാൻ ആയിരുന്നു ആദ്യം. ക്ലോത്ത് മാറ്റണ്ട, ഫുള്ള് പാനലിംഗ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലേക്ക് വന്നതാണ്. ഓ, അടിപൊളിയായിട്ടുണ്ട് സംഭവം. നിങ്ങൾ നോക്കൂ ഗൈസ്, നല്ല സൂപ്പറാണ്. പുറത്ത് മഴക്കാറായതുകൊണ്ട് അത്രയും നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 സൈഡിലും പിക്സൽ പോയിട്ടുണ്ട്, മേളിലും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നോൺ AC ആണ് കേട്ടോ. AC കയറ്റിയിട്ടില്ല. ഓക്കെ 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 ഓക്കെ. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ 4 ലേസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇപ്പുറത്ത് ഒരെണ്ണമുണ്ട്, അതേപോലെ ഫ്രണ്ടിലുണ്ട് 2 എണ്ണം. ഇതിന്റെ പേരെന്താ ചേട്ടാ? ഡോട്ട് ലേസർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല മൊത്തം വണ്ടിയുടെ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ലേസർ കംപ്ലീറ്റ് സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം, പാട്ടൊക്കെ ഇട്ടാനായിട്ട് കാണിച്ചു തരാം അല്ലേ? ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഒരു സ്പൈഡർ ഇരിക്കണം അല്ലേ? സ്പൈഡർ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു TV ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു, അടിപൊളിയല്ലേ? ഒരു രക്ഷയില്ല. സംഭവങ്ങളൊക്കെ പോകണ്ട, മിന്നി പോകണ്ട. ഇനി നമ്മൾ കാണിച്ചു തരാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡും ബ്ലൂവും കളറിലൊക്കെയാണ് ചെയ്തത് അല്ലേ ചേട്ടാ? അപ്പോൾ മൊത്തം കളറുകൾ എല്ലാ കളറും വന്നിട്ടുണ്ടല്ലോ. അതിന്റെ ഐഡിയ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വണ്ടിയുടെ ഉള്ളിലൊരു കളറിങ് കാരണം, എന്നാലാണ് വണ്ടിയുടെ ഉള്ളിൽ ഉദിച്ചു നിൽക്കുള്ളൂ. അതെ അതെ, കളർഫുൾ അതിന് വേണ്ടി കളറാവണം. അതെ, ഇപ്പൊ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷ പറഞ്ഞ നല്ല കളറായിരിക്കണം അല്ലേ? നല്ല കളർ വണ്ടി തന്നെയാണ്, ഒരു രക്ഷയില്ല. എവിടെ നോക്കിയാലും ഫുൾ കളറാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇത്രയും നേരം ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ ഇനി സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ആ അവസരത്തിലോട്ടാണ് നമ്മൾ പോണത്. ഇപ്പൊ സൗണ്ട് ഇട്ടോട്ടോ. അപ്പൊ നമുക്കിനി സൗണ്ടിന്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ വരും കട്ട വെയിറ്റിംഗ് ആണ്ട. അപ്പൊ നമുക്കിനി ബാക്കിലോട്ട് പോവാം. ഇവിടെ നിന്നുള്ള അതിന്റെ പവർ അറിയുള്ളൂ. പാട്ട് ഇപ്പൊ തന്നെ വരും. പാട്ട് വരട്ടെ. സബ്ബിട്ടില്ലാട്ടോ, സബ്ബിപ്പെടും. ഒരു രക്ഷയില്ലാട്ടോ, ഒരു രക്ഷയില്ല.
love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. And when I feel like this, I'm immortal. When I feel like this, I'm immortal. When I feel like this, I'm immortal. Hey guys, മോലാളിനെ കൊണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി പോകണ്ട. DJ Acute. അപ്പോൾ ഗൈസ് നമുക്കിനി വണ്ടിയുടെ ഫുൾ വാക്ക് അറൗണ്ട് റിവ്യൂ നോക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു ലുക്കാണ് അല്ലേ. ടോപ്പ് ലൈറ്റ് പോയിട്ടുണ്ട്, അതെന്ത് കളറാട്ടാ? അത് റെഡാണ് അല്ലേ, മൾട്ടി കളർ അല്ലേ? മൾട്ടി കളർ ഉണ്ട്, റെഡും ഉണ്ട്. അതിന് ചുറ്റും റെഡ് സ്ട്രിപ്പാണ് കൊടുത്തേക്കണം, അതാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. പിന്നെ താഴെ നോക്കുമ്പോൾ റിംബോച്ചി എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ ജോസേട്ടൻ കൺസേൺസ്, അതായത് നമ്മുടെ ചേട്ടൻ്റെ അച്ഛൻ്റെ പേരാണ് ജോസേട്ടൻ എന്നുള്ളത്. പിന്നെ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ നാഗവല്ലി എന്നാണ് അതിൻ്റെ എഡീഷൻ നെയിം കൊടുത്തേക്കണത്. ഇനി ഭാവിയിൽ വണ്ടി വരാണ്ടല്ലേ, ഭാവിയിൽ വണ്ടി വരുന്നതാണ്. പിന്നെ നിങ്ങൾ താഴത്തോട്ട് നോക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിയോൺ സ്ട്രിപ്പുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ മേളിലായിട്ട് ബ്ലൂ ആണ് കേട്ടത്, ബ്ലൂ കൊടുത്തിട്ടുണ്ട്, സ്കൈ ബ്ലൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിന് ചുറ്റും റെഡ് കൊടുത്തിട്ടുണ്ട്. താഴെ പിന്നെ കുറേ സെറ്റിങ്സും ഫിറ്റിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കേട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്കേട്ടിങ്ങിൽ ഗ്രീൻ ആണോ പോയേക്കണേ കേട്ടോ? സ്കേട്ടിങ്ങിൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരുപാട് സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പുകൾ കാണാം. അതേപോലെ തന്നെ അതെ സണ്ണിയക്ക അക്കയുടെ ഫോട്ടോ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് പണ്ടോട്ടുള്ളതെന്ന് തോന്നല്ലേ, പണ്ടോട്ടുള്ളതാണ് അക്കയുടെ ആരാധകൻ. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതെ ഇവിടെ കുറേ കാര്യങ്ങൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൊമ്പും കാര്യങ്ങളൊക്കെ കാണാം. അഡീഷണൽ ചെറിയൊരു മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫ്രണ്ടിൽ ലുക്ക് ഇതാണ്. പിന്നെ അത് കൂടാതെ രാത്രിയാണ് ഈ വണ്ടി ശരിക്കും കാണാം. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇവിടെ വൈപ്പറിനകത്ത് നിയോൺ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വണ്ടിയുടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു നിയോൺ ലൈറ്റും സ്ട്രിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടീം ഓട്ടോക്രാഫ്റ്റ് ചെയ്ത വർക്കാണ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീൽ കപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതും ടീം ഓട്ടോക്രാഫ്റ്റിൻ്റെ വകയാണ്. പിന്നെ ഈ കാണുന്ന ഒരു കിട്ടില്ലം വർക്ക്, അതായത് അറിയാമല്ലോ നമ്മുടെ സിനിച്ചേട്ടൻ വരച്ച വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ആ ഒരു ഗ്രാഫിക്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, കിട്ടില്ലം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള പോലത്തെ ഒരു കിട്ടില്ലം ഗ്രാഫാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. കണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ രീതിയിൽ അല്ലേ കേട്ടോ, തിളങ്ങനെ ഉണ്ട്, നല്ല അടിപൊളി രീതിയിൽ തന്നെ ക്ലിയറൊക്കെ അടിച്ച് സെറ്റാക്കിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാം. കണ്ടോ, ഇവിടെ നമ്മുടെ അടിപൊളി മഞ്ഞയും ബ്ലാക്കും കളറിലൊക്കെയാണ് ചെയ്തേക്കണേ. ഇത് നമുക്ക് ബാക്കിലോട്ട് വരികയാണെങ്കിൽ ബാക്കിലോട്ട് നിങ്ങൾ നോക്കൂ. കണ്ടോ, അടിപൊളി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റിയാസ്ക വരച്ചല്ലേ, റിയാസ്കയുടെ വർക്കാണ് ഈ ബാക്കിൽ കാണുന്നത്. കണ്ടോ, സെറ്റപ്പ്. ഈ ഒരു ഒറ്റ പിക്കിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഈ വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം അടിപൊളി എന്ന് പറയുന്നത് അടിപൊളി ഒരു പിക്കാണ് ബാക്കി കൊടുത്തേക്കണേ. ബ്ലാക്കിൽ യെല്ലോ റെഡ് കളറിലൊക്കെയുള്ള ചെയ്തേക്കണം അല്ലേ, തീമാണ് കൊടുത്തേക്കണം. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇതേ കണ്ട റിംബോച്ചിയുടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രകാശിൻ്റെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് തന്നെയാണ്. എവിടെ നിന്ന് നോക്കിയാലും ഈ വണ്ടി എടുത്തറിയും. അപ്പോൾ എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഫുൾ കൂളിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. മേളിൽ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെയിൽ കൊടുത്തേക്കണത് ബോഡി കോഡ് പ്രകാരമല്ലേ കേട്ടോ, ബോഡി കോഡ് പ്രകാരം ഈ റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ റെഡ് ആൻഡ് ഓറഞ്ച് കളറിൽ ഒരു വീൽ കപ്പും ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ടീം ഓട്ടോഗ്രാഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ തൃശ്ശൂരുള്ള മിക്ക വണ്ടിയിലും തന്നെ ഇതുപോലത്തുള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ ചേട്ടാ. ഇതിന്റെ വെറൈറ്റി മോഡൽ അവിടെ ചെയ്യുന്നുണ്ടല്ലേ. പലരും ഈ വീൽ കപ്പ് കണ്ടിട്ട് വേറെ വീൽ കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അവിടെ നമ്പർ കൊടുക്കും. ഓ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ. ഒരുപാട് അച്ചുകൾ
പാർട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ, അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ടീം ഓട്ടോക്രാഫ്റ്റിനെ പറ്റി ഇട്ടിട്ടുണ്ട്. അതിൽ നമ്പറും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഇട്ടേക്കാം, നിങ്ങൾ കയറി കണ്ടോളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ലിജോ ചേട്ടനോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് വണ്ടിപ്രാന്തന്മാർ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥയാണ് ലിജോ ചേട്ടൻ്റെ. ചേട്ടൻ എങ്ങനെയാണ് വണ്ടി എടുക്കണമെന്നുള്ള ഐഡിയയിലോട്ട് എത്തിയത്? ഞാൻ നമ്മുടെ 10th ഒക്കെ കഴിഞ്ഞ് +2 കഴിഞ്ഞ ശേഷം നമ്മുടെ എന്താ പറയുക ഒരു ക്ലീനർ പണിയുടെ എടുത്ത് അങ്ങനെ പഠിക്കുന്നതോടൊപ്പം തന്നെ ക്ലീനർ പണിയായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എന്താ പറയുക പഠിപ്പ് കഴിഞ്ഞു. പിന്നെ എന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഈ വണ്ടിയിൽ തന്നെ ക്ലീനറായിട്ട് പോയിരുന്നു. അങ്ങനെ ചെറിയ ഒരു പ്രശ്നം കാരണം പിന്നെ അതിൽ നിന്ന് കുറച്ച് ഒരു 1.5 കൊല്ലം ഞാൻ മാറി നിന്നു. പിന്നെ ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം തൃശ്ശൂർ ടൗണിൽ വന്നപ്പോൾ ഒരു ടീമിന്റെ ചേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേസും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ പോയതാ. അവിടെ നിന്നാണ് വീണ്ടും ഒരു ആഗ്രഹം, അങ്ങനെ തിരിച്ചു വന്ന് 2 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് 2015 ഞാൻ 2011 വണ്ടി എടുക്കുന്നത്. 2015 അല്ലേ? 2011 മോഡൽ വണ്ടി അതാണ് ഫസ്റ്റ് വണ്ടി. അത് പിന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് 2 കൊല്ലം ഞാൻ ഉപയോഗിച്ചു. അതിന് തിരുവനന്തപുരത്തേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു വണ്ടിയാണ്. ഹോൺബില്ലിന്റെ ഉണ്ടായിരുന്ന സണ്ണി ക്യാരക്ടർ. ആ വണ്ടി ഞാൻ രണ്ടാമത് ഞാൻ അടുത്ത്. ഇപ്പോ നാലാമത്തെ വണ്ടിയാണ് കൈസി കിടക്കുന്ന റിംബോച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലോട്ട് ചിലവാക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ഈ കാണുന്ന വണ്ടിയിലോട്ട് ചിലവാക്കാറ്. എന്നോട് നേരിട്ട് സംസാരിക്കാറില്ല, നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഞാൻ ഒരുപാട് തവണ വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നില്ല ചേട്ടാ. ഇത് ഏകദേശം 4 തവണയായിട്ട് വന്നു. പിന്നെ ചേട്ടാ, ഈ സ്ഥാനം തുടങ്ങി ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാമോ? പിള്ളേർ ഇപ്പോൾ തുടങ്ങി വരുന്നവർക്ക് അത് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. തുടങ്ങി വരുന്നവരോട് ഒന്നും പറയാനുള്ളൂ, തളർത്താൻ പലരും ഉണ്ടാവും. തളരരുത് നമ്മൾ. അതിന് നോട്ടങ്ങൾ ഇപ്പോൾ പൊതുവെ ഒരു വണ്ടി വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൈ കൊണ്ട് കാണിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹായ് നീക്ക് ഓട്ടം തരാമെന്നുള്ളത്. പക്ഷെ അതൊന്നും പ്രതീക്ഷിക്കണ്ട. നമ്മൾ അധ്വാനിച്ചാൽ തന്നെ നല്ലപോലെ വർക്ക് ചെയ്യുക. കാരണം നമുക്കൊരു എന്താ പറയുക, ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ട് അത് ഒരു കാറൊന്നും അല്ല എടുത്തിട്ടുള്ളത്, ഒരു ബസ്സാണ്. 24 മണിക്കൂർ എപ്പോൾ വേണമെങ്കിലും ഇതിൽ പറയാം നമുക്കൊരു കോള് വരാം. ഇവിടെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈവൻ ചിലപ്പോൾ ഒരു ഓട്ടത്തിൻ്റെ കോള് വരെ വന്നാലും നമ്മളത് മിസ്സാക്കരുത്. അപ്പം തന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്യണം. പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാമിന് തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ചേട്ടൻ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ നെസ്രേ ഇത് ഞെട്ടുമ്പിലും ബോൾട്ടുമ്പിലും ഓടുന്ന സംഭവമാണ്. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യങ്ങളില്ല, അഹങ്കരിക്കാനൊന്നുമില്ല. ഒരു ബസ് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ബസ് മേടിക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ പരിപാടിയാണ്. 2 ലക്ഷം ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി ലോൺ കിട്ടിയിട്ട് ഇഷ്ടംമാതിരി ബസ് എടുക്കാം. ഈ വണ്ടിക്ക് ലോൺ ഉണ്ട്? ആദ്യം ലോൺ ഉണ്ട്. 24 ലക്ഷം രൂപ കഴിഞ്ഞ സീസണിൽ ലോൺ ഇട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 20 ഒക്കെ ലോൺ ഉണ്ടായിരിക്കും. അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ പണിതേക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്റീരിയറും കാര്യങ്ങളും കണ്ടു, ലൈറ്റ് വർക്ക് കണ്ടു, സൗണ്ട് വർക്ക് കണ്ടു, കൂടെയുള്ള എല്ലാവരെയും കണ്ടു. പാക്കേജർമാർ ഇപ്പോൾ എത്ര പേരുണ്ടാവും? പാക്കേജർമാർ ഒരുപാട് പാക്കേജർമാരുണ്ട്, 4-5 പാക്കേജർമാരുണ്ട്. ഉണ്ടല്ലേ? അത്യാവശ്യം ചേട്ടന് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വണ്ടി തന്നെയാണ് റിംബോച്ചി ഹോളിഡേയ്സിൻ്റെ. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അടിപൊളി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ടീമിലുള്ള പയ്യന്മാരെ കുറിച്ച് എല്ലാവരും ഏകദേശം ഒരു 20-24 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലേ? വളരെ ചെറിയ എല്ലാ പിള്ളേരും മാത്രമേ. അവരുടെ എങ്ങനെയാണ് ചേട്ടൻ്റെ കൂടെ ഉള്ള? കാരണം പലരും എൻ്റെ അടുത്ത് എന്നെ കാണാണ്ട് എൻ്റെ വണ്ടി മാത്രം ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ലാസ്റ്റാണ് എന്നെ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടൻ തന്നെയാണോ വണ്ടി എന്ന് ചോദിക്കാറുണ്ട്. മുതലാളിയുടെ ഒരു ലുക്കില്ല അതല്ലേ? നമുക്കങ്ങനെ മുതലാളി എന്ന് വിളിക്കണ പോലെ ഈ മനുഷ്യന് ഇഷ്ടമല്ല. സത്യം പറയാ, നിങ്ങൾ കണ്ട കഴിഞ്ഞ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ചേട്ടനാണ്. അപ്പോൾ നമ്മൾ ഒക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ഞാനും എൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി നിങ്ങളിലോട്ട് നമ്മൾ മാക്സിമം ഉദ്ദേശിച്ചത്. നല്ലൊരു വണ്ടിയാട്ടോ. ഇപ്പോൾ നിങ്ങൾ അകവും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഇപ്പോൾ നാളെ ട്രിപ്പ് ഉണ്ടെന്നാണല്ലേ? നാളെ ട്രിപ്പ് ഉണ്ട്, ഫുൾ ടൈം ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എന്തും ഉണ്ടാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ ഒരു ലൈവ് പോയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അകത്ത് പോയിട്ടൊരു ലൈവും കാര്യങ്ങളും ഇട്ടു. അപ്പോൾ ഇതേ ഈ ഒരു പയ്യൻ സൈക്കിള് ചവിട്ടി നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. നീ എന്താണ് ഇവിടെ വരാനുള്ള കാരണം? ചേട്ടനെ കാണാൻ വേണ്ടി? റിജാസ്ഖാനെ കാണാം, റിജാസ്ക ഫാൻസ് ആട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഒന്ന് കാണണം, ഒരു പിക്ക് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നാണ്. പയ്യൻ വണ്ടിയെ കണ്ടു. വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. അടിപൊളിയാണ്, ഹാപ്പി അത്രയും കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഈ ടീമിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ബ്രോയുടെ പേരെന്താ? നിഹാസ് ബ്രോ വന്നിട്ടുണ്ട്. മിഹാൽ റിംബോച്ചി മെയിനാട്ടാ മെയിൻ. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണ ആള്. ഓക്കെ പാവട്ടാ. ഈ വണ്ടിയുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണ മെയിൻ ആളാട്ടാ. പിന്നെ അടുത്ത ബ്രോ വന്നിട്ടുണ്ട്. ബ്രോയുടെ പേരെന്താ? ഷെബീം അല്ലേ?
പാക്കേജിങ് കാര്യങ്ങളെല്ലാം ചെയ്യണ്ട? ഷെബി ബോയ്സ്. അടുത്ത ബ്രോ വന്നിട്ടുണ്ട് അർജുൻ്റെ നാണമാണ്. അപ്പോൾ എന്ത് പറഞ്ഞോ? ഒന്നും പറയാനില്ല. അതെ അഭിഷേക്. അപ്പോൾ അഭിഷേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകും ചെറിയ നാടൻ കുണിങ്ങയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അഭിഷേക്. അപ്പോൾ അഭിഷേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കൂടെ കൂടിയിട്ട് എത്ര ആളായി? 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കല്യാണ ട്രിപ്പ് വന്ന വണ്ടിയാണ് ഈ റിംപോച്ചി. അതിനുശേഷം അഭിഷേക് വണ്ടിയുടെ കൂടെ ഉണ്ട് അല്ലേട്ടാ. അതാണ് അഭിഷേകും ഈ വണ്ടി തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം. പിന്നെ റിജാസ്ക്കയാണ് ഈ വണ്ടിയുടെ ഒന്നാം പാപ്പാൻ അല്ലേ. ഈ വണ്ടി ഭയങ്കരമായിട്ട് വണ്ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമ്മുടെ റിജാസ്ക്ക ഉണ്ട്. അപ്പോൾ റിജാസ്ക്ക ഉയരെ എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഇതേ റിജാസ്ക്കാനെ കാണിച്ചിട്ടുണ്ട്. കാക്കൊല്ലം പറയണ്ട, ഒന്നും പറയാനില്ല. അപ്പോൾ റിജാസ്ക്ക ഉയരെ എന്ന് പറഞ്ഞവരോട് എന്താ പറയാനുള്ളത്? സ്നേഹം മാത്രം അല്ലേ. അപ്പോൾ അതേ നമ്മുടെ ലിജോ ചേട്ടനുണ്ട്. അപ്പോൾ ലിജോ ചേട്ടാ, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പോൾ വണ്ടി എടുക്കണം, അവർക്ക് ഭയങ്കര ആഗ്രഹം. ചെറിയ പിള്ളേർ, ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രായമുള്ള പിള്ളേരാണ്. അപ്പോൾ അവർ ചോദിച്ചു ചേട്ടാ എങ്ങനെയാണ് 210 വീൽ ബേസ് 222 വീൽ ബേസ് അതിനെക്കുറിച്ച് അറിയാവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? 222 വീൽ ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ലെഗ് സ്പേസ് കൂടും, പിന്നെ യാത്രാ കംഫർട്ടാണ്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കേജ്, അതായത് കർണാടക ഡിസ്ട്രിക്റ്റിൽ നമുക്ക് പാക്കേജ് ഉണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ട് 222-ലാണ്. പക്ഷെ 210 ആണെന്ന് വെച്ചാൽ ടാക്സ് വരുന്ന ഒരു 17 സംതിങ് ടാക്സ് വരുന്നുള്ളൂ. മറ്റേ 34 അടുത്ത് വരും, ഡബിൾ വരും. അത് അറിയാതെ കുറെ ആൾക്കാർ 210 എന്താ 222 എന്താന്ന് അറിയാണ്ട് ചാടി പിടിച്ചെടുക്കണ കുറെ ഇതുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നൗഫൽ ബ്രോ വന്നിട്ടുണ്ട്. നൗഫൽ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലന്തറ ഗ്രൂപ്പിൻ്റെ മാനേജറാട്ടോ. എനിക്കറിയില്ലായിരുന്നു, ഇവിടെ വന്നപ്പോൾ പരിചയപ്പെടാൻ പറ്റി. അടിപൊളി, നല്ല നിറപുഞ്ചിരിയോടുകൂടി അവിടെ നിൽപ്പുണ്ട്. ഇത് അടുത്തൊരു മാസം ഇടാവും. ഇത് എൻ്റെ മോനെ ഞാൻ വന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞ ഫുൾ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മീശയൊക്കെ പിരിച്ച് പിന്നെ അല്ല പേരെന്താ? അമലിനാണ്. അപ്പോൾ മീശയൊക്കെ പിരിച്ച് വെച്ചിട്ട് സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ പണിയിലാരെന്ന് പറഞ്ഞു എൻ്റെ പോലെ. അപ്പോൾ പണിയുടെ ഇടയിൽ ഓടി വന്നേക്കണേ കണ്ട. അപ്പോൾ വർക്കിംഗ് ഡ്രസ്സിലൊക്കെ വന്നേക്കണാണ് പയ്യൻ, ഒരു രക്ഷയില്ല. അപ്പോൾ പയ്യൻ വേറെ ലെവലാട്ടോ, പയ്യനെ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ റിംപോച്ചി ടീമിലുള്ളത്. ഇതേ ഒരു ബ്രോയും കൂടെ ഉണ്ട്. എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞ് മാറിയിരിക്കണാണ്. ഞാൻ എന്നാലും കാണിക്കും. കാര്യം ഇവിടെ വന്നിട്ട് കുറേ പേരായി നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി സഹായിച്ച ഒരു ബ്രോ. നമ്മുടെ പേരെന്താ? നിതിൻ ബ്രോ. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു. ഇനി വേറെ കുറേ പേരൊക്കെ വരാണ്ടെന്ന് പറഞ്ഞല്ലോ. അവരൊക്കെ നിസാർക്ക് അല്ലേ? നിസാർക്ക എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി ആട്ടോ, നമ്മുടെ ടെക് ട്രാവലിറ്റിന്റെ വീഡിയോയിൽ വന്നതാണ് അല്ലേ? ആ നിസാർക്ക നമ്മുടെ ഏത് ബസ്സായിരുന്നു? നസീർക്ക. ഏത് ബസ്സായിരുന്നു? സഹാറ ബസ് ഓടിക്കണം. അയക്കാതെ നമ്മുടെ ചേട്ടന്റെ കൂട്ടുകാരനാണ് അല്ലേ? അതേപോലെ പിന്നെ ആരൊക്കെയാ? പിന്നെ ലിബിൻ ചേട്ടൻ. എന്താ പറയാ, പിന്നെ കാപ്പർ ഉണ്ട്, പാക്കേജറാണ് നമ്മുടെ കാപ്പർ ഉണ്ട്. പിന്നെ മറ്റേത് ഷാരോൺ ഉണ്ട് അല്ലേ? ഒരുപാട് പേരുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും വരാൻ പറ്റിയില്ല, ബിസി ആയിപ്പോയി അല്ലേ? അപ്പോൾ മാക്സിമം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീഡിയോ എടുത്തതാണ്. വണ്ടി ഇപ്പോൾ ഇന്ന് ഓട്ടോ ഇല്ലാന്ന് അഭിഷേക് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഓടി വന്നതാണ്. അപ്പോൾ ഇവരുടെ കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ദേ പയ്യനെ കാണാൻ പറ്റിയത് ഒന്നും പറയാനില്ലട്ടാ. എടാ നിന്റെ വീട് എവിടെ? ഇവിടെ നിന്ന് കുറേ ദൂരം ഉണ്ടോ? കുറച്ചുണ്ടല്ലേ? ഒന്നും പറയാനില്ല, വേറെ ലെവൽ. എന്നെ കാണാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഒരാൾ ഇങ്ങനെ ഓടി പഠിച്ചൊക്കെ വന്നത്. അപ്പോൾ നമ്മളെല്ലാ ഗൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരുപാട് നന്ദി, താങ്ക് യു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ റിംപോച്ചി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടണ്ടോയെന്ന് എനിക്കറിയില്ല. കാര്യം നൈറ്റിലാണ് ഇത് അറിയാൻ പറ്റുള്ളത്. നിയോൺ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കത്തിക്കണുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കണ്ട. അതേ കണ്ണ് റെഡ്, മേളിൽ ഇതേ ഒരു സ്കൈ ബ്ലൂ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രീൻ, ഇവിടെ ഒരു റെഡ്, ഫുള്ള് ഇതേ മേളിൽ സ്ട്രിപ്പ് റെഡ്, അതേപോലെ മൾട്ടി കളർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാട്ടോ. അതെ ഇവിടെ അടിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്കെറ്റിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാട്ടോ, സൂപ്പറാണ്. നിങ്ങൾ ഇത് കാണുക, ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആ കടയിൽ പോയി വെള്ളം കുടിക്കുക. പാവട്ടെ, ഒന്നും പറയാനില്ല. നമ്മുടെ ഔട്ട്ഡോർ എടുത്തേക്കാട്ടോ, ഒരു രക്ഷയില്ല അല്ലേ? അടിപൊളി. ബ്രോയുടെ പേരെന്തായിരുന്നു? അമലിന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കട്ടെ, എല്ലാവരും ലൈക്ക് അടി. അതെ, അമലിന്റെ ആൾക്കാർ മൊത്തം കമന്റ് അടിക്കട്ടോ. യോ